നമ്മളിപ്പോൾ ആദ്യം നോക്കുന്നത് ഒന്നാമത്തെ സെനാരിയോ ആണ്. വെൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ്. കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് ഇൻട്രസ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഹയർ പർച്ചേസ് സിസ്റ്റം അനുസരിച്ചിട്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ഒന്നാമത് നോക്കുന്ന പ്രോബ്ലം പേജ് നമ്പർ 2.10 പ്രോബ്ലമാണ്. ഇല്ലുസ്ട്രേഷൻ 1. ഇല്ലുസ്ട്രേഷനകത്ത് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? കണ്ണൻ ട്രാൻസ്പോർട്ട് സർവീസ് purchased from Sundaram Agencies a motor van under hire purchase system on 1st January 2013. The cash price of which was 3,28,000. Rupees 1 lakh is paid on signing the contract and thereafter rupees 1 lakh being paid annually on 31st December for 3 years. Interest was charged at 15% per annum. Depreciation was written off at the rate of 25% per annum under diminishing balance method. Accounts are closed on 1st December every year. Give journal entries and ledger accounts in the books of both parties. അപ്പോൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. കണ്ണൻ ട്രാൻസ്പോർട്ട് സർവീസ് സുന്ദരം ഏജൻസീസിൽ നിന്ന് ഒരു മോട്ടോർ വാൻ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം 1st January 2013 എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. അതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 3,28,000 ആണ്. 1 lakh കണ്ണൻ ട്രാൻസ്പോർട്ട് സർവീസ് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. ഓരോ ലക്ഷം രൂപ വീതം ആനുവലി ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് 3 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു? അടയ്ക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15% ചാർജ് ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 25% എന്ത് ചെയ്യേണ്ടത്? റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. അക്കൗണ്ട്സ് എല്ലാം 31st December എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ ഹയർ പർച്ചേസ് സിസ്റ്റം അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? 2 പാർട്ടീസിൻ്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യമേ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെ ഫോമാറ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിനകത്ത് ചെയ്യുക. ഒന്നാമതായിട്ട് നമ്മൾ കൊടുത്തത് ഡൗൺ പേയ്മെൻ്റ് ആണ് കൊടുത്തത്. 1st January നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡൗൺ പേയ്മെൻറ്റ് 1 lakh എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 3,28,000 ആണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻ്റ് ആണ്. $3,28,000 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഡൗൺ പേയ്മെൻറ്റിനകത്ത് ഇൻട്രസ്റ്റ് ഒന്നും വരത്തില്ല. ടോട്ടൽ ക്യാഷ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh ആണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് 1 lakh ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ 3,28,000 മൈനസ് 1 lakh ഈക്വൽ ടു 2,28,000. 2,28,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 15% ആണ്. 15% ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്തു എന്നാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഓരോ ലക്ഷം വെച്ച് 31st December അവർ 3 വർഷത്തേക്ക് അടയ്ക്കുന്നു എന്നാണ്. അപ്പോൾ 31st December അപ്പോൾ എന്ത് കൊടുക്കേണ്ടത്? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾമെൻറ്റ് 1 31st December 2013. നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 2,28,000 ആണ്. 2,28,000 കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15% ആണ്. നമ്മുടെ ഇവിടെ എടുക്കേണ്ട ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ 15% ആണ്. 2,28,000ൻ്റെ 15%. 34,200 ആണ് നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 34,200.
ക്യാഷ് വാല്യൂ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അതായത് 1 lakh മൈനസ് 34,200 65,800 കിട്ടും. 65,800. എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആഫ്റ്റർ പേയിങ് ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത് 2,28,000 നിന്നും 65,800 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ വെച്ചിട്ടാണ്. 2,28,000 മൈനസ് 65,800 1,62,200. 1,62,200. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 2 ആണ്. ഇത് കൊടുക്കുന്നത് 31st December 2014 എമൗണ്ട് എന്ന് പറയുന്നത് 1,62,200. നമ്മുടെ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് 1 lakh rupees. ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1,62,200 15% ആണ്. 24,330. 24,330. നെക്സ്റ്റ് ക്യാഷ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ 1 lakhൽ നിന്ന് എന്ത് ചെയ്യുക, 24,330 എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ 75,670. 75,670. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1,62,200 നിന്നും 75,670 എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 86,530. 86,530. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് 3 ആണ്. പ്രൊവൈഡ് ചെയ്യുന്നത് 31st December 2015 ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് വരുന്നത് 86,530 ആണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ബേസ് ചെയ്ത് എന്ത് ചെയ്യേണ്ടതില്ല, കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ടിൻ്റെ പോർഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ കൊടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടായ 1 lakhൽ നിന്ന് 86,530 റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. 13,470. സെയിം വാല്യൂ തന്നെ ക്യാഷ് വാല്യൂവിൽ വരും. ബാലൻസ് നില്ലായിട്ട് വരും. നമ്മുടെ ഈ കാൽക്കുലേറ്റ് ചെയ്തത് കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് ഇൻട്രസ്റ്റിൻ്റെ ടോട്ടൽ കോളത്തിൻ്റെ കൂടെ ക്യാഷ് വാല്യൂ കോളം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ പെയ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. 72,000 പ്ലസ് 3,28,000 ഈക്വൽ ടു 4 lakh. അതായത് ഇൻട്രസ്റ്റും ക്യാഷ് പ്രൈസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ നെറ്റ് ഹയർ പർച്ചേസ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഹയർ പർച്ചേസറിൻ്റെ ബുക്കാണ്. ഹയർ പർച്ചേസറിൻ്റെ ബുക്കിനകത്ത് വരുന്നത് 4 അക്കൗണ്ട്സ് ആണെന്ന് നമ്മൾ പഠിച്ചത്. ഒന്നെന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ട്, രണ്ടെന്ന് പറയുന്നത് ഹയർ വെൻഡർ അക്കൗണ്ട്, 3 ഇൻട്രസ്റ്റ് അക്കൗണ്ട്, 4 ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അതിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും ഇൻട്രസ്റ്റ് അക്കൗണ്ടും ഓൾമോസ്റ്റ് സെയിം ആയത് കാരണം നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, വരച്ച് അതിൻ്റെ സമയം കളയുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ഹയർ പർച്ചേസ് സിസ്റ്റം അനുസരിച്ചിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. ആ എൻട്രി എന്ന് പറയുന്നത് മോട്ടോർ വാൻ അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡേറ്റ ടു ഹയർ വെൻഡർ എന്നുള്ളതാണ്. ഇവിടെ എടുക്കുന്നത് ക്യാഷ് പ്രൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് മോട്ടോർ വാൻ അക്കൗണ്ടിലേക്കാണ്. ഫസ്റ്റ് നമ്മൾ വാങ്ങുന്നത് 1st January 2013 എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ടു സുന്ദരം ഏജൻസീസ്, ക്യാഷ് പ്രൈസ് ആയിട്ടുള്ള 3,28,000. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ചെയ്ത മോട്ടോർ വാൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത സുന്ദരം ഏജൻസീസിൻ്റെത് എന്ത് ചെയ്യുക, സുന്ദരം ഏജൻസീസിൻ്റെ ലെജറിലേക്കും കൂടി എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. അപ്പോൾ
മോട്ടോർ വാൻ അക്കൗണ്ട് ഡേറ്റ ടു സുന്ദരം ഏജൻസീസ് എന്നാണ് പറഞ്ഞു നമ്മളിവിടെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ സുന്ദരം ഏജൻസീസിൽ എന്തെന്ന് പറഞ്ഞു വരണം, 1st January ബൈ മോട്ടോർ വാൻ 3,28,000. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ ഉള്ളതാണ്. ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ ഉള്ള എൻട്രി എന്ന് പറയുന്നത് സുന്ദരം ഏജൻസീസ് അക്കൗണ്ട് ഡേറ്റ ടു ബാങ്ക് എന്നുള്ളതാണ്. ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നത് 1/1/2013 ടു ബാങ്ക്. ഡൗൺ പേയ്മെൻറ്റ് 1 lakh. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പോസ്റ്റ് ചെയ്യാനുള്ള എൻട്രിയാണ്. ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരുന്നു, കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരുന്നു, കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇൻട്രസ്റ്റ് വരുന്നത് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് വരുന്നത് 34,200 ആണ്. അതിൻ്റെ എൻട്രി നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ എൻട്രി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡേറ്റ ടു സുന്ദരം ഏജൻസീസ് എന്നുള്ളതാണ് അതിൻ്റെ എൻട്രി വരുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് 31st December അപ്പോൾ 31st December എന്ത് ചെയ്യുക, 31/12/2013 എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റിൻ്റെ എൻട്രി പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബൈ ഇൻട്രസ്റ്റ് 34,200. നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോഴുള്ളതാണ്. 31st December നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നത് ടു ബാങ്ക്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 1 lakh. ഇനി അടുത്ത എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിനുള്ളതാണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിനുള്ള എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡേറ്റ ടു അസറ്റ് എന്നുള്ളതാണ്. 31st December ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചാർജ് ചെയ്യേണ്ടത്. 2013 എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. ബൈ ഡിപ്രീസിയേഷൻ പറഞ്ഞേക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 25% ആണ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്തേക്കുന്നത്, പറഞ്ഞേക്കുന്നത്. ഡിപ്രീസിയേഷൻ്റെ റേറ്റ് പറഞ്ഞേക്കുന്നത് 25% ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിലാണ്. എമൗണ്ട് വരുന്നത് 3,28,000 ഇൻറ്റു 25%, വാല്യൂ 82,000. ഡിപ്രീസിയേഷൻ 82,000. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റിനെ ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്കും ഈ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്കും നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ വരുമ്പോഴത്തേക്കും വരുന്നത് 31st December വരുന്നത് 31/12/2013 വരുന്നത് ടു സുന്ദരം ഏജൻസീസ് എന്നാണ്. 34,200. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ടിലും ടു മോട്ടോർ വാൻ എന്നും പറഞ്ഞിട്ട് 82,000 വരും. ഈ സെയിം സാധനത്തിന് തന്നെ നമ്മൾ ആ വർഷത്തിൻ്റെ അവസാനം തന്നെ 31/12/2013 P&Lലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആദ്യം ഈ അക്കൗണ്ട് ഇവിടെ തന്നെ എന്താവുകയാണ്, ക്ലോസ് ആവുകയാണ്. 34,200 വെച്ചിട്ട് ഇവിടെ തന്നെ എന്ത് ചെയ്യുവാണ്, ക്ലോസ് ആവുകയാണ്. സെയിം അതേപോലെ തന്നെയാണ് ഡിപ്രീസിയേഷനും വരുന്നത്. അത് കാരണമാണ് ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ട് ഞാനിവിടെ എന്ത് ചെയ്യാഞ്ഞത്, പ്രിപ്പയർ ചെയ്യാഞ്ഞത്. നെക്സ്റ്റ് ഈ അക്കൗണ്ട്സ് എല്ലാം എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അതിൻ്റെ ബാലൻസിങ് എമൗണ്ട് എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. 3,28,000 പ്ലസ് 34,200 3,62,200. വലിയ വാല്യൂ വരുന്നത് 3,62,200 മൈനസ് 2 lakh ഇൻറ്റു 1,62,200. ഇവിടെ വരുമ്പോൾ 3,28,000 മൈനസ് 82,000 equal to 2,46,000. Balance carry down
1/1/2014 to balance brought down 2,46,000. നെക്സ്റ്റ് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 24,330 ആണ്. അപ്പോൾ 31/12/2014 ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 24,330 ആണ്. അതുപോലെ തന്നെ 31/12/2014 സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അടയ്ക്കുന്നുണ്ട്. ടു ബാങ്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 1 lakh. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടതാണ് 31/12/2014. അവിടെ 2,46,000 എന്ത് ചാർജ് ചെയ്യുക, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. 2,46,000 ഇൻറ്റു 25%, 61,500. ഇതുപോലെ തന്നെ സുന്ദരം ഏജൻസീസിലെ ഇൻട്രസ്റ്റ് വന്നേക്കുന്നതിന് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. 31/12/2014 24,330. ഇതിനെ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. $86,530. ഇനി എന്ത് ചെയ്യുക, ബാലൻസിന് എന്ത് ചെയ്യുക, ക്യാരി ഡൗൺ ചെയ്യുക, ബ്രോ ഡൗൺ ചെയ്യുക നെക്സ്റ്റ് ഇയറിലേക്ക്. നെക്സ്റ്റ് അതുപോലെ തന്നെ ലാസ്റ്റ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. 31/12/2015 ബൈ ഇൻട്രസ്റ്റ് 13,470. ഇതിനെയും ഇവിടേക്ക് എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഞാൻ ഇത് ഇവിടെ എഴുതുന്നില്ല, കൂടുതൽ ഇൻട്രസ്റ്റിൻ്റെ എഴുതുന്നില്ല, ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. 13,470 പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. 31/12/2015 ബൈ ഡിപ്രീസിയേഷൻ 184,500 25%, 46,125. ഇവിടെ 31/12/15 എന്ത് കൊടുക്കുക, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. $1 lakh. ഇവിടെ എന്ത് ചെയ്ത് നോക്കുക, ടോട്ടൽ ചെയ്യുക. 86,530 പ്ലസ് 13,470 = $1 lakh. ഈ അക്കൗണ്ട് എന്താവും, സുന്ദരം ഏജൻസീസിൻ്റെ അക്കൗണ്ട് തേർഡ് ഇയറിൽ എന്താവും, ടാലി ആവും. അസറ്റിൻ്റെ അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. 1,84,500 1,84,500 മൈനസ് 46,125. പിന്നീട് ഈ ഒരു എമൗണ്ടും ബാലൻസും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
സുന്ദരം ഏജൻസീസിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇതിൻ്റെ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു 34,200 സെയിം ഇവിടെ വന്നു. ക്ലോസിംഗ് ബാലൻസ് 1,62,200 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ഇയറിൽ തന്നെ ഇൻട്രസ്റ്റ് വന്ന് 24,330 അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ക്ലോസിംഗ് ബാലൻസ് വന്ന് 86,530 അതിവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇൻട്രസ്റ്റ് വന്നു തേർഡ് ഇയറിൽ 13,470 ലാസ്റ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് നീൽ. ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും സുന്ദരം ഏജൻസീസിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. ഇങ്ങനെയാണ് ഹയർ പർച്ചേസിൻ്റെ ബുക്കിൽ എന്ത് ചെയ്യുന്നത് അക്കൗണ്ട്സ് പോസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഹയർ വെൻഡറിൻ്റെ ബുക്സാണ്. ഹയർ വെൻഡറിൻ്റെ ബുക്സിനകത്ത് മെയിനായിട്ട് വരുന്നത് 3 അക്കൗണ്ട്സാണ്. ഒന്നെന്ന് പറയുന്ന കണ്ടൻറ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഹയർ പർച്ചേസിൻ്റെ അക്കൗണ്ട്, നെക്സ്റ്റ് എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് അക്കൗണ്ട്, മൂന്നെന്ന് പറയുന്ന ഹയർ സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഒന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് സിസ്റ്റം അനുസരിച്ചിട്ട് ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ ഉള്ളതാണ്. അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡേറ്റ ടു ഹയർ സെയിൽസ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടത് 1 ജാനുവരി 2013 ഹയർ പർച്ചേസർ അല്ലെങ്കിൽ കണ്ടൻറ് ട്രാൻസ്പോർട്ട് അക്കൗണ്ട് ഡേറ്റ ടു ഹയർ സെയിൽസ് 3,28,000. അപ്പോൾ ഹയർ സെയിൽസ് അക്കൗണ്ടിൽ 1/1/13 ബൈ കണ്ടൻറ് ട്രാൻസ്പോർട്ട് 3,28,000. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡേറ്റ ടു ഹയർ പർച്ചേസർ എന്നുള്ളതാണ്. അപ്പോൾ 1/1/2013 നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കിട്ടുന്നത് ബൈ ബാങ്ക് 1 lakh. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഉള്ള എൻട്രിയാണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഉള്ള എൻട്രി എന്ന് പറയുന്നത് ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡേറ്റ ടു ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ടിനകത്ത് എന്ത് പോസ്റ്റ് ചെയ്യുക 31/12/13 ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യുക പോസ്റ്റ് ചെയ്യുക. കഴിഞ്ഞതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സെയിം ഇൻട്രസ്റ്റ് വാല്യൂ, അതായത് ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ 34,200 അതിനെന്ത് ചെയ്യുക സെയിം ഇൻട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക പോസ്റ്റ് ചെയ്യുക 31/12/13 എന്ത് ചെയ്യുക പോസ്റ്റ് ചെയ്യുക ബൈ കണ്ടൻറ് ട്രാൻസ്പോർട്ട് 34,200. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമ്പോൾ ഉള്ളതാണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമ്പോൾ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡേറ്റ ടു കണ്ടൻറ് ട്രാൻസ്പോർട്ട് എന്നുള്ളതാണ്. അപ്പോൾ 31/12/13 ബൈ ബാങ്ക് അവിടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 1 lakh. ഇനി എന്ത് ചെയ്യുക അക്കൗണ്ട്സിനെ എന്ത് ചെയ്യുക ബാലൻസ് ചെയ്യുക. ഹയർ സെയിൽസ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്ത് അതിൻ്റെ ബാലൻസിനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യുക 31/12/13 ടു ട്രേഡിംഗ് അക്കൗണ്ട് 3,28,000. അപ്പോൾ ഹയർ സെയിൽസ് അക്കൗണ്ടിൻ്റെ കാര്യം ഇവിടെ ക്ലോസ് ആവുകയാണ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് കൺസേൺഡ് ഇയറിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് കൺസേൺഡ് ഇയേഴ്സിൽ പേ ആൻഡ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യുക 13 ടു പി ആൻഡ് എൽ 34,200 അതവിടെ എന്ത് ചെയ്യുക ക്ലോസ് ചെയ്യുക 3,28,000 പ്ലസ് 34,200 3,62,200 minus 2 lakh 1,62,200. സെക്കൻഡ് ഇയറിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഉള്ള എൻട്രി എന്ത് ചെയ്യുക പോസ്റ്റ് ചെയ്യുക കണ്ടൻറ് ട്രാൻസ്പോർട്ട് അക്കൗണ്ട് ഡേറ്റ ടു ഇൻട്രസ്റ്റ്. അപ്പോൾ കണ്ടൻറ് ട്രാൻസ്പോർട്ടിൻ്റെ അക്കൗണ്ടിൽ 14 ടു ഇൻട്രസ്റ്റ് എന്നും എമൗണ്ട് വരുന്നത് 24,310
30 ആണ്. അതായത് കഴിഞ്ഞതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സെയിം ഇൻട്രസ്റ്റ് വാല്യൂസ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. 24 330 പോസ്റ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ 31/12/13 ബൈ കണ്ണൻ ട്രാൻസ്പോർട്ട് 24 330 എന്ത് ചെയ്യുക പോസ്റ്റ് ചെയ്യുക. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് 31/12/14 ഇൻസ്റ്റാൾമെൻറ്റ് ബൈ ബാങ്ക്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 1 lakh റുപ്പി എന്ത് ചെയ്യുക പർച്ചേസിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക അക്കൗണ്ട്സിനെ എന്ത് ചെയ്യുക ബാലൻസ് ചെയ്യുക. സെയിം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഇൻട്രസ്റ്റ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്ത് അതിൻ്റെ ബാലൻസിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. 24 330 31/12/14 എന്ത് ചെയ്യുക ടു P&L. 62 + 24 330 186 530. ഫിഫ്റ്റീനിലെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക ചാർജ് ചെയ്യുക 31/12/15 ടു ഇൻട്രസ്റ്റ് 13,470. ആ ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ത് ചെയ്യുക റിസീവ് ചെയ്യുമ്പോൾ എൻട്രി പോസ്റ്റ് ചെയ്യുക 31/12/15 ബൈ ബാങ്ക്. അക്കൗണ്ട്സിനെ എന്ത് ചെയ്യുക ക്ലോസ് ചെയ്യുക 13,470. $86,530 plus 1 lakh. ഇങ്ങനെയാണ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത്.